നമസ്കാരം. ഫുട്ബോൾ പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ന്യൂകാസിൽ യുണൈറ്റഡ് നീണ്ട 70 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഒരു ടൈറ്റിൽ അടിച്ചിരിക്കുകയാണ്. കാരബോ കപ്പ്, ലീഗ് കപ്പ് അവർ അടിച്ചിരിക്കുകയാണ്. ലിവർപൂളിനെ ഫൈനലിൽ 2-1 തോൽപ്പിച്ചുകൊണ്ടാണ് ന്യൂകാസിൽ ഈ ഒരു ടൈറ്റിൽ അടിച്ചിരിക്കുന്നത്. നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഈ ഒരു മത്സരത്തിലോട്ട് വരുമ്പോഴേക്കും ഓൺ പേപ്പർ ലിവർപൂൾ തന്നെയായിരുന്നു ഫേവറേറ്റ്. ബട്ട് ലിവർപൂൾ ഒരു മോശം റണ്ണി വരുവാണ്. നമുക്കറിയാം PSG തോറ്റു. കാര്യങ്ങൾ അധികം നല്ല രീതിയിലല്ല. ലിവർപൂളിന് ഈ ഒരു മത്സരത്തിലോട്ട് വരുമ്പോൾ പ്ലേയേഴ്സ് എല്ലാം ഫോം ഔട്ടാണ്, അണ്ടർ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല പ്ലേയേഴ്സിനും കോൺട്രാക്ട് സിറ്റുവേഷൻ ഇഷ്യൂ ഉണ്ട്. അപ്പുറത്ത് ന്യൂകാസിലിന്റെ കാര്യം വരാനായിട്ടാണെങ്കിൽ അവർക്കും ധാരാളം ഇഞ്ചുറി ഇഷ്യൂസ് ആണ്. ഗോർഡനും അതുപോലെ തന്നെ ലൂയിസ് ഹോളും ഈ കളിയിലോട്ട് വരുമ്പോൾ ഇല്ലായിരുന്നു. അത് അവർക്ക് നല്ല തലവേദന തന്നെയായിരുന്നു. പക്ഷേ ന്യൂകാസിൽ യുണൈറ്റഡ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ 2-1 വിക്ടറി നേടിക്കൊണ്ട് പോവുകയാണ്. ന്യൂകാസിൽ യുണൈറ്റഡ് 70 വർഷത്തിന് ശേഷം ഒരു ടൈറ്റിൽ അടിക്കുന്നത്. അവരുടെ ഫാൻസിന്റെ ഒക്കെ സെലിബ്രേഷൻ കാണാമായിരുന്നു നിങ്ങൾക്ക് മത്സരത്തിന് ശേഷം. അവർ ഇമോഷണലി വളരെ വളരെ ഇതായിരുന്നു. ശരിയാണ്, കാരബോ കപ്പാണ്, പക്ഷെ എന്നാലും ഫോർ ദം ഇറ്റ് മീൻസ് സ്പെഷ്യൽ. വളരെ സ്പെഷ്യൽ ആയിരുന്നു. വളരെ സന്തോഷമായി ന്യൂകാസിൽ യുണൈറ്റഡ് ആ ഒരു ടൈറ്റിൽ അടിച്ചതിൽ 70 വർഷത്തിന് ശേഷം. ആൻഡ് ഈ ഒരു മത്സരത്തിലോട്ട് വരുമ്പോഴേക്കും ബേണും ഇസാക്കിന്റെയും ഗോളിലാണ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ലിവർപൂൾ കൺസീഡ് ചെയ്തത്. പിന്നീട് ഒരു ഗോൾ തിരിച്ചടിച്ചെങ്കിലും അത് ടു ലേറ്റ് ആയിപ്പോയി. ജോട്ടയുടെ ഒരു ഗോൾ വന്നപ്പോൾ അത് കുറച്ച് ലേറ്റ് ആയിപ്പോയി. 2-1 നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ലിവർപൂൾ തോക്കുകയായിരുന്നു. ഈ ഒരു മത്സരത്തിൽ ലിവർപൂളിന്റെ പ്ലെയേഴ്സ് റിയലി ഫറ്റീഗ്ഡ് ആവുന്ന പോലെ തോന്നുന്നുണ്ടായിരുന്നു. എസ്പെഷ്യലി നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ലിവർപൂൾ പ്ലെയേഴ്സിന്റെ കാര്യത്തിലോട്ട് വരുമ്പോഴേക്കും ആ ഒരു ഫസ്റ്റ് മിനിറ്റ് തൊട്ട് നമുക്ക് കാണാമായിരുന്നു ന്യൂകാസിൽ യുണൈറ്റഡ് പ്ലെയേഴ്സ് കൂടുതൽ ഈ ഒരു ടൈറ്റിലിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെന്ന്. ലിവർപൂൾ പ്ലെയേഴ്സ് ഒട്ടും ഇന്റൻസിറ്റി ആ പിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു മത്സരത്തിലോട്ട് വരുമ്പോഴേക്കും മേ ബി പറയാം സ്ലോട്ട് കിങ്സ് ഗോട്ട് ടാക്ടിക്കലി തിങ്സ് റോങ്. അത് 100% നമുക്ക് വേണേൽ പറയാം. അതുപോലെ തന്നെ പറയാം സ്ക്വാഡ് മേ ബി ഫറ്റീഗ്നെസ് ക്യാച്ചപ്പ് ചെയ്യുന്നുണ്ടോ, റൊട്ടേഷൻ ഇല്ലാത്തതെന്നുള്ളൊരു ക്വസ്റ്റ്യൻ, ന്യൂകാസിന് കുറച്ചുകൂടെ റെസ്റ്റ് കിട്ടിയോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് വേണേൽ ചോദിക്കാം. പക്ഷേ ബട്ട് നമ്മളാണെങ്കിൽ ഈ ഒരു മത്സരത്തിലോട്ട് വരുമ്പോഴേക്കും ലിവർപൂൾ പ്ലെയേഴ്സിന്റെ മെന്റാലിറ്റി അഥവാ പിച്ചിലുള്ള ആറ്റിറ്റ്യൂഡ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തേ പറ്റും. പലപ്പോഴും അവർ പിച്ചിൽ 100% കൊടുക്കുന്ന പോലെ തോന്നിയിരുന്നില്ല, ഒട്ടും തോന്നിയിരുന്നില്ല 100% കൊടുക്കുന്ന പോലെ. ആൻഡ് സലേനെ ഇന്നലെ നമ്മൾ നോക്കാനായിട്ടാണ് ലിവറമെന്റോ കംപ്ലീറ്റ്ലി പൊട്ടി. ഒറ്റ തവണ പോലും ഇന്നലെ ലിവറമെന്റോന് ഒരു പ്ലെയറും ട്രിപ്പിൾ പാസ് ചെയ്തു പോയില്ല. അന്യായ പെർഫോമൻസ് ആയിരുന്നു ലിവറമെന്റോയുടെ. അതുപോലെ തന്നെ ഡാൻബേർഡ് ഹാഡ് എ ഗ്രേറ്റ് ഗെയിം. അതുപോലെ മിഡ്ഫീൽഡ് 3 ഓഫ് ടൊണാലി, ബ്രൂണോ ഗിമാറസ്, അതുപോലെ തന്നെ ജോലിൻഡൻ ബ്രീത്തിങ് സ്പേസ് കൊടുത്തില്ല ലിവർപൂൾ. അമ്മാതിരി രീതിയിൽ അവരെ ക്ലോസ് ഡൗൺ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് കിയസ് ഇറങ്ങിയതിന് ശേഷം പ്രോബ്ലി ലിവർപൂൾ കുറച്ചും കൂടെ അറ്റാക്കിങ് ത്രെട്ട് കാണിക്കുന്ന പോലെ തന്നെ, എസ്പെഷ്യലി കിയസ് ന്യൂനസും ഇറങ്ങിയതിന് ശേഷം. അതിനു മുമ്പ് ഡിയാസും ജോട്ടയും സലയും ഫ്രണ്ട് 3 വർക്ക് ചെയ്യാവുന്നില്ല, ചാൻസുകളെ ക്രിയേറ്റ് ചെയ്യുന്നില്ല. ന്യൂകാസിൽ കോൺസ്റ്റന്റ്ലി ത്രെട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് നമ്മൾ നോക്കാനായിട്ടാണ് പോപ്പ് 1-2 സിറ്റുവേഷനിൽ നല്ല സേവുകൾ നടത്തി. അതും കൂടെ ഇപ്പം ലിവർപൂളിന് തിരിച്ചുവരവ് നടത്തിയില്ല. ആൻഡ് ഡിസേർവിങ് ഇന്ന് ഫൈനലിലെ പെർഫോമൻസിൽ ഒരു ഡിസേർവിങ് ടൈറ്റിൽ ന്യൂകാസിൽ നേടിയിരിക്കുകയാണ്. ലിവർപൂളിന്റെ പെർഫോമൻസിനെ കുറിച്ച് വറിയിങ് ഫാക്ടേഴ്സ് ഉണ്ട്. 12 പോയിന്റ് ലീഡുണ്ട് ഇപ്പോൾ അവർക്ക് ലീഗിൽ. ഈക്വൽ നമ്പർ ഓഫ് മാച്ചസ് എല്ലാം 29 വെച്ച് കഴിഞ്ഞ് നിൽക്കുകയാണ് എല്ലാ ടീമുകളും. അതുകൊണ്ട് ബോട്ട് ലീവും തോന്നുന്നില്ല. പക്ഷേ ലാസ്റ്റ് ഫ്യൂ മാച്ചസ് ആയിട്ടുള്ള പെർഫോമൻസ് വറിയിങ് ആണ്. പക്ഷേ ലിവർപൂൾ ഇനിയും പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്താൽ ആർസണലിൽ അപ്പുറത്ത് പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യുന്നൊരു ഫീൽ ഉണ്ട്. ലിവർപൂൾ ആർസണലിനെ മാത്രമേ പേടിക്കേണ്ട ആവശ്യമുള്ളൂ. ടൈറ്റിൽ റേസിലോട്ട് വരുമ്പോൾ 12 പോയിന്റ് ഗ്യാപ്പ് കൊണ്ട് ആർസണലും പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യാം, ലിവർപൂളും പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യാം. ഐ തിങ്ക് പ്രീമിയർ ലീഗ് കയ്യിൽ കളയത്തില്ല എന്ന് തോന്നുന്നു. ബട്ട് ചാമ്പ്യൻസ് ലീഗും അതുപോലെ തന്നെ ലീഗ് കപ്പും FA കപ്പിൽ പ്ലൈമത്തിനോട് തോറ്റ് പുറത്തായിരുന്നു. ന്യൂകാസിലും പ്ലൈമത്തിനും അഗേൻസ്റ്റ് ഡെഫിനറ്റ്ലി ലിവർപൂൾ ജയിക്കുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഫേവറേറ്റ്സും ആയിരുന്നു അഗേൻസ്റ്റ് ന്യൂകാസിലും പ്ലൈമത്ത്. ബട്ട് PSG മാച്ച് ഇറ്റ്സ് അണ്ടർസ്റ്റാൻഡബിൾ, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമുണ്ട്. പക്ഷേ പ്ലേയേഴ്സ് സ്റ്റെപ്പ് അപ്പ് ചെയ്തേ പറ്റൂ. സലയുടെ ഒക്കെ ഫോം റീസെന്റ് മാച്ചുകളിലായിട്ട് കുറച്ച് വറിയുകയാണ്. നമുക്ക് സലേനെ കുറ്റം പറയാനും പറ്റത്തില്ല. ഓവർ ഡിപ്പെൻഡന്റ് ഓൺ സല ഫോർ ഗോൾസ് പണി കിട്ടും. അതിൻ്റെ ഇടയ്ക്ക് കറക്റ്റ് സമയത്ത് സലാനെ ചെറിയൊരു ഫോം ഔട്ട് പോയി, അതോടൊപ്പം പോയി ഒരു ഇഞ്ചറിയും കൂടെ വന്നപ്പോഴേക്കും ലിവർപൂൾ ആർ സ്ട്രഗ്ലിംഗ് ടു സ്കോർ ഗോൾസ്. ഇത് തന്നെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ടു മച്ച് ഡിപ്പെൻഡന്റ് ഓൺ ദീസ് 2 പ്ലേയേഴ്സ്. ലൂയിസ് ഡിയാസും ജോട്ടയുടെ ഒക്കെ പെർഫോമൻസ് റിയലി വറിയിങ് ആണ്. നമുക്ക് നോക്കാം ലിവർപൂൾ എങ്ങനെ സെറ്റപ്പ് ചെയ്യുമെന്ന്. ഐ തിങ്ക് നമുക്ക് നോക്കാം. എന്തായാലും 2 മാസത്തോടുണ്ട്. ലെറ്റ്സ് സീ. അവിടുന്ന് നമ്മൾ നോക്കാനായിട്ടാണ് മറ്റൊരു മത്സരത്തിലോട്ട് പോകുമ്പം ഇന്നലെ ലണ്ടൻ ഡെർബിയിൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ആർസണൽ വേഴ്സസ് ചെൽസി മത്സരം ഉണ്ടായിരുന്നു. നമ്മൾ നോക്കാനായിട്ടാണ് എമിറേറ്റ്സ് വെച്ച് നടന്ന മത്സരത്തിൽ 1-0 ഒരു കംഫർട്ടബിൾ വിക്ടറി ആർസണൽ നേടുകയായിരുന്നു. ഇപ്പോൾ സ്റ്റാറ്റ്സ് ഇപ്പം കാണാം. ഒരു എന്നാ പറയുക, ഒട്ടും ഇൻട്രസ്റ്റിംഗ് ആയ ഗെയിം അല്ലായിരുന്നു ന്യൂട്രൽസിന് വാച്ച് ചെയ്യാനായിട്ട്. കാരണം 0 ബിഗ് ചാൻസസ് ആർസണൽ ക്രിയേറ്റ് ചെയ്തു. അപ്പുറത്ത് ചെൽസി നോക്കാനായിട്ടാണെങ്കിൽ 0 ബിഗ് ചാൻസസ് ആണ് ക്രിയേറ്റ് ചെയ്തത്. ആൻഡ് ഒരു 2 പേരെ എക്സ്പെക്റ്റഡ് ഗോൾസ് നിങ്ങൾക്ക് കാണാം. 1 താഴെയാണ്. ചെൽസിക്ക് 0.5 താഴെയാണ്.
സോ നമ്മൾ നോക്കാനായിട്ടാണ് ആർസണൽ കിട്ടിയ ചാൻസ് മെറീനോയുടെ ഒരു കോർണർ കിക്ക് ത്രൂ. എനിക്ക് കുറേ നാളുകൾക്ക് ശേഷം വന്നു സെറ്റ് പീസിലോ കോർണർ കിക്കിലൂടെ ഒരു ഗോൾ സ്കോർ ചെയ്യുന്നത്. സ്കോർ ചെയ്യുകയാണ് മെറീനോ ത്രൂ 1-0 ഒരു വിക്ടറി നേടുകയാണ്. റയ ഇന്നലത്തെ മാച്ചിൽ 1-2-3 സിറ്റുവേഷൻ കോളപ്പ് ചെയ്തപ്പം പുള്ളിയുടെ കിടിലൻ സേവ് വന്ന് റയ ആർസണലിന് ഒരു മുതൽക്കൂട്ട് തന്നെയാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. പക്ഷേ കാര്യമായിട്ട് ചെൽസി ത്രട്ടൊന്നും ക്രിയേറ്റ് ചെയ്തില്ല ഇന്നലത്തെ മത്സരത്തിലൂടെ. എനിക്കിപ്പം ഞാൻ പോസ്റ്റ് മാച്ച് ലൈവ് വന്നപ്പോൾ ആളുകളോട് ചോദിച്ചു ഇതിന് സെക്കൻഡ് ലെഗ് ഉണ്ടോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടെന്നാണ്. കാരണം ചെൽസി ഓൾമോസ്റ്റ് 1-0 പുറകെ നിൽക്കുവാണ്. ലാസ്റ്റ് മൊമെന്റ്സിലൊക്കെ ഓൾമോസ്റ്റ് ലൈക്ക് ഒരു സെക്കൻഡ് ലെഗ് ഉണ്ട്. നമുക്ക് ഹോമിൽ ഒരു 1-0 എങ്കിൽ അല്ല എവേ ചെയ്യുന്നൊരു 1-0 ലോസ് ആണെങ്കിൽ ലോസ്, നമ്മൾ 1-0 2-0 ആക്കണ്ട. അതായത് നമുക്ക് ഹോമിൽ ഈ 1-0 ഓവർ ടേൺ ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻസ് ടീം കളിക്കത്തില്ല ചില സിറ്റുവേഷൻസിലൊക്കെ. 1-0 അതിന് മേളിൽ പോകണ്ട, 1-0 തന്നെ നിർത്താം. ആ ഒരു മൈൻഡ് പോലെയായിരുന്നു ചെൽസി. ഇതൊരു ലീഗ് മാച്ച് ആണല്ലേ, 1-0 പുറകെ നിൽക്കുകയാണ്. 1-1 ആക്കാനോ 2-1 ആക്കാനോ നോക്കാതെ 1-0 തന്നെ നിർത്തിക്കൊണ്ട് കളി നിർത്താനായിട്ട് ചെൽസി കാണിക്കുന്നതോടെ. കാരണം ലാസ്റ്റ് മൊമെന്റ്സിലൊക്കെ ടൈം വേസ്റ്റിങ് ചെൽസി എന്നൊരു തോന്നുവാണ്. അതായത് ഗോൾ കിക്ക് അല്ല ഒരു ഫ്രീ കിക്ക് എടുക്കാനായിട്ട് പ്ലേയേഴ്സ് നിൽക്കുന്നു, എടുക്കാനായിട്ട് പെട്ടെന്ന് പോകുമ്പോൾ സാഞ്ചസ് തടയുന്നു. വന്നിട്ട് സാഞ്ചസ് പറയുന്നത് ഞാൻ എടുക്കാം എല്ലാവരും പൊക്കോന്ന് പറയുന്നു. ആ പെട്ടെന്ന് ക്വിക്ലി ചെയ്ത് മൂവ് ചെയ്യാനല്ലേ നോക്കണ്ട, അവിടെ ഗെയിം വീണ്ടും ഡിലേ ചെയ്യിപ്പിക്കുകയാണ്. പിന്നെ സബ്സ്റ്റിറ്റ്യൂഷൻസ് പുള്ളി ഡിഫൻസീവ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ലാസ്റ്റ് കൊണ്ടിരുന്നു. മേ ബി ഓപ്ഷൻസ് ഇല്ലാത്തതുകൊണ്ടാവാം, എന്തുകൊണ്ടാണോ എന്ന് അറിയത്തില്ല, ഡിഫൻസീവ് സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊണ്ടിരുന്നു. ഈ മത്സരത്തിലോട് വരുമ്പോൾ പാൾമർ ഇല്ലായിരുന്നു, അത് ചെൽസിക്ക് ഡെഫിനറ്റ്ലി ഒരു തലവേദന തന്നെയായിരുന്നു. പാൾമറും ജാക്സൺ, നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ജാക്സൺ ടീമിൽ ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ജാക്സൺ പിച്ചിൽ ഉണ്ടെന്നൊരു തോന്നൽ നമുക്ക് ജാക്സൺ ഇറങ്ങുമ്പോൾ കിട്ടാറുണ്ട്. പക്ഷേ ഈ നമ്മൾ ഹോയിലൻഡിനെയൊക്കെ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറയാറില്ല, അതുപോലെ തന്നെയാണ് എനിക്കിപ്പോൾ സാൻജോനെയും അതുപോലെ എൻകുങ്കു പിച്ചിൽ ഇറങ്ങുമ്പോൾ എന്താണ് എൻകുങ്കു ചെയ്യുന്നത്? എൻകുങ്കും അസൽ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്നുള്ള ടാഗ്ലൈൻ നമുക്ക് വേണം എൻകുങ്കുവിന് കൊടുക്കാം. അതുപോലെ തന്നെ റീസെന്റ് പെർഫോമൻസുകൾ വെച്ച് ഫ്രീഡം ഫൈറ്റർ സാൻജോ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഫ്രീഡം ഫൈറ്ററിന്റെ കാര്യത്തിൽ കുറെ ക്ലോസുകളൊക്കെ വരുന്നുണ്ട്. രണ്ട് ടീമും പ്ലെയറിനെ വേണ്ട എന്നുള്ളൊരു നിലപാടിലോട്ട് എത്തിയേക്കാന്ന് പറഞ്ഞ റിപ്പോർട്ടുകൾ കേൾക്കുന്നുണ്ട്. സോ ലെറ്റ്സ് ഈ കാര്യങ്ങൾ എങ്ങനെ പോകുന്നത്. സാൻജോയുടെ ഒബ്ലിഗേഷൻ ടു ബൈ ക്യാൻസൽ ചെയ്യാനായിട്ടൊരു ഫീസ് പേ ചെയ്യാനായിട്ട് ചെൽസിക്ക് പറ്റുമെന്ന് കേട്ടു. ചെറിയൊരു ഫീസ് പേ ചെയ്താൽ ഒബ്ലിഗേഷൻ ടു ബൈ ക്യാൻസൽ ചെയ്യാം. സോ അങ്ങോട്ട് പേയ്മെന്റ് കൊടുത്ത ഒബ്ലിഗേഷൻ ക്യാൻസൽ ചെയ്യാനായിട്ട് ചെൽസി ചിലപ്പോൾ റെഡി ആയേക്കാന്ന് കേൾക്കുന്നു. 25 മില്യൺ പൗണ്ടാണ്, സ്മോൾ എമൗണ്ട്. പക്ഷെ അതുപോലെ ചെൽസി ചിലപ്പം കൊടുക്കുമെന്നുള്ള കാര്യം ഇപ്പം ഡൗട്ടാണ്. സോ അന്നത്തെ മാച്ചിലോട്ട് വരുമ്പോൾ ആർസണലിന്റെ ഒരു കാര്യം പറയണം, ആർസണൽ പ്ലേയേഴ്സ് ഓൺ ദ ബോൾ റിയലി ഗുഡ് ആണ്. അതായത് ആർസണൽ പ്ലേയേഴ്സിന് വിത്ത് ദ ബോൾ കീപ്പ് ചെയ്യാനായിട്ടും ആ ഒരു പ്രഷർ സിറ്റുവേഷനിൽ ബോൾ ഹോൾഡ് ഓൺ ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട്, ഈവൻ ഇൻക്ലൂഡിങ് തോമസ് പാർട്ടി. അവരുടെ ബാക്ക് ഫോർ സലീബ, ഗബ്രിയൽ, ഇപ്പം ലൂയിസ് കെല്ലി ഇറങ്ങിയപ്പോൾ ലൂയിസ് കെല്ലി ആണെങ്കിലും, ഇപ്പം കാലിഫോറിയാണ് പിച്ചിറങ്ങി കാലിഫോറി ആണെങ്കിലും, ടിംബർ ആണെങ്കിലും, റയ ആണെങ്കിലും അവർ വിത്ത് ദ ബോൾ സൗണ്ടാണ്. അവർ ആ ഒരു ബോൾ അവരുടെ കാലിൽ നിൽക്കുമ്പോൾ ആ ബോൾ കൊണ്ട് കളയുമെന്നൊരു ഫീൽ നമുക്ക് തരുന്നില്ല. മിഡ്ഫീൽഡിൽ റൈസ്, ഓഡിഗാർഡും പാർട്ടി ആണെങ്കിലും, അപ്പ് ഫ്രണ്ട് ട്രൊസാഡൊക്കെ ആണെങ്കിലും, മാർട്ടിനെല്ലി ഒക്കെ ആണെങ്കിലും ആ ഒരു ഫീല് നമുക്ക് തരുന്നുണ്ട്, മെറീനോ ഒക്കെ ആണെങ്കിലും. സോ അതാണ് ആർസണലിന്റെ ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത്. ഈവൻ ഇഫ് അവർ ഒരു ഗോൾ അടിച്ച് ലീഡ് എടുത്താൽ ദേ ക്യാൻ പ്രൊട്ടക്ട് ഇറ്റ്, അഥവാ ദേ ക്യാൻ കീപ് ദ ബോൾ എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്. സോ അവർ ആ ഗോളും കൂടെ കൂടുതൽ ആഡ് ഓൺ ചെയ്യാൻ സാധിച്ച ഒരു ഗെയിം ചേഞ്ചർ ആയിരിക്കും അഗൈൻസ്റ്റ് റയൽ മാഡ്രിഡ്. ഇത് അവരുടെ ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത്, ആർസണലിന്റെ ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത് അതാണ്, ബോൾ ഹോൾഡ് ചെയ്യാനായിട്ട്, അത് ബോൾ കീപ്പ് ചെയ്യാനായിട്ടുള്ള അബിലിറ്റി. അതിൽ അവർ ട്രസ്റ്റ് ചെയ്യുക, ആ ഒരു ഗോളും കൂടെ ആഡ് ചെയ്യാൻ സാധിച്ചാൽ. ഇന്നലെ ആണെങ്കിലും ലാസ്റ്റ് 1-0 മൊമെന്റിലൊക്കെ നിൽക്കുമ്പോഴാണെങ്കിലും, അല്ലെ ഈവൻ ഫസ്റ്റ് ഹാഫിലൊക്കെ ആണെങ്കിലും മാർട്ടിനെല്ലിയൊക്കെ 1-on-1 സിറ്റുവേഷൻ വരുമ്പോൾ വീണ്ടും ഫർദർ ടച്ച് ലൈൻ സൈഡിലോട്ട് പോയിട്ട് ഒരു കോർണർ വിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അത് കുറേ തവണയാകുമ്പോൾ നമുക്ക് ഫ്രസ്ട്രേറ്റിംഗ് ആവും. ഇത് നമ്മൾ വിങ്ങേഴ്സിന്, നമ്മൾ മാർട്ടിനെല്ലിയൊക്കെ ഫസ്റ്റ് സീസണൊക്കെ കണ്ടപ്പം എന്ത് അടിപൊളിയായിട്ടാണ് പുള്ളിയൊക്കെ പ്ലേയേഴ്സിനെ ടേക്ക് ഓൺ ചെയ്തിരുന്നത് ഇൻഡിവിജ്വലി 1-on-1 സിറ്റുവേഷൻസിലൊക്കെ. അതിലൊക്കെ മാർട്ടിനെല്ലി ഇമ്പ്രൂവ് ചെയ്ത് ആ ഒരു വേർഷൻ ഓഫ് മാർട്ടിനെല്ലിയെ കാണുന്നത്, അതാണ് കൂടുതൽ എക്സൈറ്റ്മെന്റ് തരുന്നത്. ഇത് സെറ്റ് പീസിന് വേണ്ടി, കോർണർ കിക്കിന് വേണ്ടി കോൺസ്റ്റന്റ്ലി ട്രൈ ചെയ്തിരിക്കുക കാണുന്നത് നമുക്കും ഫ്രസ്ട്രേഷൻ വരിക. മേ ബി അതായിരിക്കും അവരുടെ ടാക്ടിക്സ്. പക്ഷെ എന്നാലും കുറച്ചുകൂടെയൊക്കെ എക്സൈറ്റ്മെന്റ് വേണ്ടേ ആർസണൽ, കുറച്ചുകൂടെയൊക്കെ ഗോൾസ് വേണ്ടേ, കുറച്ച് റിസ്ക് എടുക്കണം. റിസ്ക് എടുത്താലേ ഗോൾസ് വരത്തുള്ളൂ. നമുക്ക് നോക്കാം എങ്ങനെ പോകുന്നു. അവിടെ നമ്മൾ നേരെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാച്ച് ഒന്ന് ടച്ച് ചെയ്യാനായിട്ടാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാൻ ഈസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ബാക്ക് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാനായിട്ടുള്ളത്. മാൻ യുണൈറ്റഡ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ തുടർച്ചയായ 4 കളികളായിട്ട് ലീഗിൽ തോൽവി അറിഞ്ഞിട്ടില്ല. 2 ഡ്രോയും 2 വിജയം തോന്നുന്നു ലാസ്റ്റ് 4 മാച്ചസിൽ ഇന്ന ലീഗ് മാച്ച്. ആൻഡ് സൊസഡാൻ അഗെയിൻസ്റ്റ് 2 ലെഗിലും തോൽവി അറിയാതെ, ഒരു ലെഗിൽ ഡ്രോ എവേ എന്ന് ഡ്രോയും അതും ജയിക്കേണ്ട കളിയായിരുന്നു. സെക്കൻഡ് ലെഗ് കംഫർട്ടബിൾ ആയിട്ട് 4-1 വിക്ടറി നേടിക്കൊണ്ട് വരുന്നൊരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു. സോ ഇന്നലെ ആണെങ്കിലും നമ്മൾ നോക്കാനായിട്ടാണ് ബിഗ്ഗസ്റ്റ് പോസിറ്റീവ് തിങ് യുണൈറ്റഡ് എന്നാന്ന് വെച്ചാൽ റാസ്മസ് ഹോയിലൻഡ് കുറേ മാച്ച് 10-20 മാച്ചിന് മുകളിലായിട്ട് ഗോൾ സ്കോർ ചെയ്യുന്നില്ലായിരുന്നു, 20 മാച്ചോളം. അതിനുശേഷം ആളൊരു ഗോൾ സ്കോർ ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഗർനാച്ചോയും ഗോൾ സ്കോർ ചെയ്തു, ബ്രൂണോയും ഗോൾ സ്കോർ ചെയ്തു. ആൻഡ് ബ്രൂണോ ഫെർണാണ്ടസ് അഗെയിൻ വിത്ത് 2 അസിസ്റ്റ് ആൻഡ് എ ഗോൾ. ലാസ്റ്റ് 2 കളിയിൽ നിന്ന് 6 ഗോൾ കോൺട്രിബ്യൂഷൻ എങ്ങാണ്ടായിട്ടുണ്ട് ബ്രൂണോയ്ക്ക്. സോ റിയലി ഇൻട്രസ്റ്റിംഗ് ഹാട്രിക്ക്
ഇന്നലെ 2 ഗോള് അല്ല ഒരു 2 അസിസ്റ്റ്, ഒരു 6 ഗോൾ കോൺട്രിബ്യൂഷൻ ലാസ്റ്റ് 2 മാച്ചസ്. ഇൻട്രസ്റ്റിംഗ്, റിയലി ഇൻട്രസ്റ്റിംഗ്. ആൻഡ് ഇന്നലത്തെ മത്സരത്തിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് സ്റ്റാറ്റ്സ് ഇപ്പം കാണാം. എക്സ്പെക്റ്റഡ് ഗോൾസ് കൂടുതൽ ലെസ്റ്ററിന് ഉണ്ടായിരുന്നു. 3 ബിഗ് ചാൻസ് അവർ ക്രിയേറ്റ് ചെയ്തു, 3 മിസ് ചെയ്തു. സോ ലെസ്റ്റർ സിറ്റി ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു, ഇല്ല എന്നല്ല. പക്ഷേ യുണൈറ്റഡ് വർ ഏബിൾ ടു ഹോൾഡ് ഓൺ. അതുപോലെ തന്നെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഇന്നലത്തെ മാച്ചിൽ ഹീവനാണ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ആൾ ഓഫ് ദ ബോൾ ഇഞ്ചറി ആയിട്ട് പോയി. എന്തുമാത്രം സീരിയസ് ആവും നമുക്ക് നോക്കാം. ഹോപ്പ് ഹി കംസ് ബാക്ക് സൂൺ. ഇന്റർനാഷണൽ ബ്രേക്കിന് ശേഷം മൗണ്ടും ഷോയൊക്കെ വരുന്നുണ്ട്. പക്ഷെ അവരധികം കൗണ്ട് ചെയ്യേണ്ട. അവരിൽ നിന്ന് 1-2 കളിയൊക്കെ കിട്ടിയ അവരിൽ നിന്ന് ഇനിയും വരാൻ പോകുന്ന കളികളിൽ എന്തൊക്കെ കിട്ടുന്നു അത് ബോണസ്. അവരെ അടുത്ത 2 മാസം അവർ ഫിറ്റായി നിൽക്കുന്ന ഒരു ഗ്യാരണ്ടി ഇല്ല. സോ ഹീവൻ വാസ് ലുക്കിംഗ് റിയലി ഗുഡ്. സോ ഇങ്ങനത്തെ ലോ പ്രൊഫൈൽ സൈനിങ്ങുകൾ വർക്കാവുന്നുണ്ട്. നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഡിലിറ്റും മസുറായും ബയൺ മ്യൂണിക്കിൽ നിന്ന് വന്ന ഈ 2 പ്ലേയേഴ്സ് എലോങ് വിത്ത് നമ്മൾ നോക്കാനാണ് ബ്രൂണോ ഫെർണാണ്ടസ്, പാട്രിക് ഡോർഗു, ഇവരൊക്കെ ഒരു പില്ലറായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. സിർസ്കി ആൻഡ് ഓഫ് ദ ബെഞ്ച് ഇറങ്ങിയതിന് ശേഷം ലുക്ഡ് റിയലി ഗുഡ് അഗെയിൻ ലാസ്റ്റ് ഗെയിം. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം പാട്രിക് ഡോർഗു ഇന്നലെ ഇല്ലായിരുന്നു സസ്പെൻഷൻ കാരണം. ഡാലോട്ടാണ് ആ റോൾ കളിച്ചത്. മസറായിക്ക് റൈറ്റ് വിങ് ബാക്ക് റോളും കളിക്കേണ്ടി വന്നു. സോ പാട്രിക് ഡോർഗും ഡാലോട്ടും തമ്മിൽ വൻ അന്തരമുണ്ട് ആ ഒരു വിങ് ബാക്ക് റോളിൽ എന്നുള്ളത് ഇന്നലത്തെ മാച്ചിൽ നിന്ന് ക്ലിയർലി വിസിബിൾ ആയിരുന്നു. സോ എനിക്ക് പറയാനായിട്ടുള്ളത് ആ പാട്രിക് ഡോർഗുവിന് ഒരു നല്ല ബാക്കപ്പും ആൻഡ് റൈറ്റ് വിങ് ബാക്ക് ആയിട്ട് ഡാലോട്ടിനെ കീപ്പ് ചെയ്തുകൊണ്ട് മേ ബി ബാക്കപ്പ് പ്ലെയർ ആയിട്ട് ഡാലോട്ട് മാറിയും. പാട്രിക് ഡോർഗു പോലെ റൈറ്റ് വിങ് ബാക്ക് റോൾ എക്സാക്ട്ലി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു പ്ലെയറിനെയും കൂടെ യുണൈറ്റഡ് ആഡ് ചെയ്യാൻ സാധിച്ചാൽ ഇറ്റ്സ് എ ഗെയിം ചേഞ്ചർ ഫോർ മീ. സമ്മൺ ലൈക്ക് എ ഫ്രിംപോങ് 40 മില്യൺ ആണ് കേൾക്കുന്ന റിലീസ് ക്ലോസ്. ഈസിലി യുണൈറ്റഡ് എക്സിക്യൂട്ട് ചെയ്യാം. ഫ്രിംപോങ് ഓൺ ദ റൈറ്റ്, പാട്രിക് ഡോർഗു ഓൺ ദ ലെഫ്റ്റ്, 2 അറ്റാക്കിംഗ് ഇൻസ്റ്റന്റ് ഉള്ള പ്ലേയേഴ്സ്. മാൻ ഇറ്റ്സ് എ ഗെയിം ചേഞ്ചർ ആയിരിക്കും മാൻ യുണൈറ്റഡ്. അതുപോലെ തന്നെ മസറായും ഡിലേറ്റും മാൻ ബയൺ മ്യൂണിക്കിൽ നിന്ന് വന്ന ഈ 2 പില്ലേഴ്സായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ല ഡിലീറ്റിൻ്റെയും മസറായുടെയും പെർഫോമൻസ് മാൻ. അതുപോലെ തന്നെ ഉഗാർട്ടയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഹി ലുക്ക് ഗുഡ്. ഗർണാച്ചും ഹോയിലൻഡും അപ്പ് ഫ്രണ്ട് മേ ബി ഗോളുകൾ സ്കോർ ചെയ്യാൻ തുടങ്ങുന്നത് യുണൈറ്റഡിന് ഗെയിം ചേഞ്ചർ ആയേക്കാം. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. മേ ബി ഈ ഒരു മൊമെന്റം ഇനിയും വരാൻ പോകുന്ന നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് അവയാണ്. ഇഫ് പോസിബിൾ ഞാൻ അതൊരു വാച്ചറവും വെക്കും. കാരണം ഐ വാണ്ട് ടു സീ ഇഫ് യുണൈറ്റഡ് ഈ ഒരു മൊമെന്റ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് പോലത്തെ ഒരു ടോപ്പ് ഫോമിൽ നിൽക്കുന്ന സൈഡിന് അഗേൻസ്റ്റ് അവർക്ക് എടുക്കാൻ സാധിക്കുമോ? ഇത്രയും ഡിഫൻസീവ് സ്റ്റെബിലിറ്റി ഉള്ള ഒരു സൈഡിന് അഗേൻസ്റ്റ് എടുക്കാൻ സാധിക്കുമോ? ലെറ്റ്സ് സീ. പാട്രിക് ഡോർഗു ഒക്കെ എനിക്ക് തോന്നുന്നു ആ മാച്ചിൽ തിരിച്ചു വരുമെന്ന് തോന്നുന്നുണ്ട്. അഗേൻസ്റ്റ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് യുണൈറ്റഡ് ഈ ഒരു പെർഫോമൻസ്, അതും എവേ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് എവേ ചെന്ന് ഈ ഒരു പെർഫോമൻസ് കീപ്പ് ചെയ്യാൻ സാധിച്ചാൽ ഇറ്റ്സ് എ ഗെയിം ചേഞ്ചർ ഫോർ യുണൈറ്റഡ്. ലെറ്റ്സ് സീ അവർ ആ മൊമെന്റം കണ്ടിന്യൂ ചെയ്യുമോ എന്നുള്ളത്. കുറച്ചുകൂടെ റിസ്ക് എടുക്കാൻ യുണൈറ്റഡ് റെഡി ആവുന്നതാണ്. ലാസ്റ്റ് ഫ്യൂ മാച്ചസ് ആയിട്ട് പ്രോബ്ലി പ്രീമിയർ ലീഗിൽ തന്നെ വൺ ഓഫ് ദ എക്സൈറ്റിംഗ് ടീംസ് ടു വാച്ച് ആയി യുണൈറ്റഡ് മാറുന്നുണ്ട്. ഇപ്പോൾ ആർസണലിൻ്റെയും ചെൽസിയുടെയും ഈവൻ ടു ആൻ എക്സ്റ്റെൻഡ് റീസെന്റ് ഗെയിംസിൽ ലിവർപൂളിൻ്റെ ഒക്കെ കളികൾ കാണാൻ കുറച്ച് ഫ്രസ്ട്രേറ്റിംഗ് ആയി മാറിയിട്ടുണ്ട്. ബട്ട് ലാസ്റ്റ് ഫ്യൂ മാച്ചസ് ആയിട്ട് യുണൈറ്റഡിൻ്റെ കളി കാണാനായിട്ട് ഇറ്റ് വാസ് ഫ്രസ്ട്രേറ്റിംഗ് ടു വാച്ച് ബിഫോർ. ബട്ട് ലാസ്റ്റ് ഒരു 4-5 കളികളായിട്ട് യുണൈറ്റഡ്സ് ഗെയിം ഈസ് എക്സൈറ്റിംഗ് ടു വാച്ച്. നമ്മൾ സ്പോർട്ടിങ്ങിലെ പെർഫോമൻസ് എടുക്കുന്നതെന്നല്ല, ബട്ട് അതിൻ്റെ ഒരു ഗ്ലിംസസ് കാണുന്നുണ്ട്. പക്ഷെ അതിന് പുള്ളി റൈറ്റ് പ്ലേയേഴ്സ് വേണം. ലെറ്റ്സ് സീ. നമ്മളിപ്പോൾ ഓവർ ഹൈപ്പ് ചെയ്യാനോ മറ്റോ ഒന്നും പോകണ്ട. ഈ ഒരു മൊമെന്റം കണ്ടിന്യൂ ചെയ്യുമോ നോക്കാം. 13ാം സ്പോട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. 14ാം സ്പോട്ടിലുള്ള ടോട്ടനാമിന് മേൽ 3 പോയിന്റ് ലീഡ് ആയിട്ടുണ്ട്. സോ ടോപ്പ് 10 ബൈ ദ എൻഡ് ഓഫ് ദി സീസൺ അമോറിമിന് എത്തിക്കാൻ സാധിച്ച ഗെയിം ചേഞ്ചർ ആണ്. ആൻഡ് ദേ ഹാവ് ടു ലുക്ക് അറ്റ് യൂറോപ്പ ലീഗ്. ലാസിയോ ഫോം ഔട്ട് ആയിട്ടുണ്ട്. അത്ലറ്റിക് ക്ലബ് ബിൽബാവോ ആണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. അത്ലറ്റിക് ക്ലബ് ബിൽബാവോ ആണ് ദ ബിഗസ്റ്റ് ത്രെറ്റ് ഫോർ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ഇവർ തമ്മിൽ സെമി നേരിടാൻ സാധ്യതയുണ്ട്. അപ്പുറത്തെ സൈഡിൽ നിന്ന് വരുന്ന ഏത് സൈഡിനെയും തോപ്പിക്കാൻ യുണൈറ്റഡിന് ഈ ഒരു പെർഫോമൻസ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ സാധിക്കും. സോ ലെറ്റ്സ് സീ കാര്യങ്ങൾ എങ്ങനെ പോകുന്നു. അവിടെ നിന്ന് മറ്റൊരു മാച്ചിനോട് പറയാനായിട്ടാണ് ടോട്ടനാം ഹോട്ട്സ്പർ ഫുള്ളാമിനോട് നൈസായിട്ട് അവേ എന്നിട്ട് 2-0 തോറ്റിട്ടുണ്ട്. മാർക്കോ സിൽവയുടെ സൈഡ് വീണ്ടും അതിനെ പറയാം വമ്പന്മാരെ അടിച്ചിടുന്ന കാര്യത്തിന് ഞങ്ങൾ എക്സ്പെർട്ടാണ്, പുലികളാടാന്ന് തെളിയിച്ചിട്ടുണ്ട്. 77-88 മിനിറ്റിൽ വന്നു 2 ഗോളുകൾ വന്ന് സെസിജിയോൻ എന്താ പറയുക ടോട്ടനാം പ്ലെയർ ആണ് 2ാമത്തെ ഗോളും സ്കോർ ചെയ്തത്. സോ ഇന്നലത്തെ മത്സരത്തിലോട്ട് വരുമ്പോൾ റൊമേറോ തിരിച്ചു വന്നത് ഹ്യൂജ് ബൂസ്റ്റ് ആയിരുന്നു. പക്ഷേ കാര്യമായിട്ട് ടോട്ടനാം ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചില്ല. ടോട്ടനാമിന്റെ ഇത്രയും എന്നാ പറയുക ടോട്ടനാമിന്റെ ഇത്രയും റിസ്കി ഫുട്ബോൾ കളിക്കുമ്പോഴേക്കും വി എക്സ്പെക്ട് ടോട്ടനാം ടു പ്രൊഡ്യൂസ് മോർ. അല്ലേ ഇന്നലെ ആണെങ്കിലും ടോട്ടനാം ബിഗ് ചാൻസസ് നമ്പറൊക്കെ കാണുക വളരെ കുറവാണ്. 14ാം സ്പോട്ടിലോട്ട് പോയിട്ടുണ്ട്. ഈ ഒരു മൊമെന്റം കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ റെലഗേറ്റ് ഒന്നും ആകാൻ പോകുന്നില്ല. ബട്ട് എനിക്ക് തോന്നുന്നില്ല ടോട്ടനാം ടോപ്പ് 10 ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ പുഷ് ചെയ്യാൻ സാധിക്കും. സോ അവിടെ നമ്മൾ നേരെ മറ്റു കുറച്ച് മാച്ചുകൾ ഒന്ന് ടച്ച് ചെയ്യാനായിട്ടാണെങ്കിൽ ഇന്നലെയും ആന്റണിയുടെ ബെറ്റിസ് ഒരു കിടിലൻ കമ്പാക്ക് നടത്തി. 2-0 പുറകെ പോയതിനു ശേഷം 3-2 ഒരു കമ്പാക്ക് നടത്തി. ഗോട്ട് ആന്റണി വിത്ത് ആൻ അസിസ്റ്റ് അഗെയിൻ. അതുപോലെ തന്നെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ആന്റണിയുടെ പറയാനായിട്ട് ഇന്നലത്തെ മാച്ചിൽ ഏറ്റവും കൂടുതൽ ട്രിബിൾസും ടേക്ക് ഓൺസും ഒക്കെ കംപ്ലീറ്റ് ചെയ്ത പ്ലെയർ ആന്റണി തന്നെയായിരുന്നു. 8 റേറ്റിങ്ങോളം ഉണ്ടായിരുന്നു. സോ ഹി വാസ് റിയലി ഗുഡ്. അതുപോലെ തന്നെ മറ്റു മത്സരങ്ങളൊന്നും ടച്ച് ചെയ്യാനായിട്ടാണ് അത്ലറ്റിക് ക്ലബ് ബിൽബാവോ സെവിയനെ 1-0 തോപ്പിച്ചു ലലീഗയിൽ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനായിട്ടാണെങ്കിൽ ബുണ്ടസ് ലീഗയിൽ സ്റ്റുട്ട്ഗാർട്ടിന് അഗെയിൻസ്റ്റ് ഒരു 1.5 കമ്പാക്ക് നമ്മൾ നോക്കാനായിട്ടാണ് ലെവർകൂസൻ നടത്തുകയുണ്ടായി.
2-0 പുറകെ പോയതിനു ശേഷം 2-1 പിന്നെ സ്റ്റുട്ട്ഗാർട്ട് ഒരെണ്ണം അടിച്ച് 3-1 പിന്നീട് 3 കയറ്റി ഷിക്ക് ലാസ്റ്റ് മൊമെന്റും കയറ്റി വിന്നറും കൺവേർട്ട് ചെയ്തു 4-3 ഒരു വിന്നറും എടുത്തുകൊണ്ട് ലെവർകൂസൻ ഭയങ്കര ഓപ്പൺ ആണ് ഈ സീസൺ. ഭയങ്കര ഓപ്പൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓപ്പൺ. ഗോൾസ് ധാരാളം അവർ കൺസീഡ് ചെയ്യുന്നുണ്ട്. ഡിഫൻസീവ്ലി ധാരാളം ഇഷ്യൂസ് ഉണ്ട് അവർക്ക്. ബട്ട് സ്കോറിംഗ് ഗോൾസ് ഇപ്പോഴും അവർക്ക് സാധിക്കുമെന്ന് പ്രൂവ് ചെയ്യാണ്. 4-3 ഒരു കംബാക്ക് സ്റ്റുട്ട്ഗാർട്ട് എവേ എന്ന് നടത്തി. കഴിഞ്ഞ ദിവസം യൂണിയൻ ബെർലിൻ അഗേൻസ്റ്റ് 1-1 സമനില വഴങ്ങിയായിരുന്നു തോന്നുന്നു നമ്മുടെ ബയൺ മ്യൂണിക്ക്. സോ അതിനുശേഷം നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ പോയിന്റ്സ് ഗ്യാപ്പ് ചുരുക്കാനായിട്ടുള്ള ഒരു അവസരമായിരുന്നു. സോ 6 പോയിന്റ്സ് ഗ്യാപ്പാക്കി ഇന്നലത്തെ വിക്ടറിയോടുകൂടി ലെവർകൂസൻ ചുരുക്കിയിട്ടുണ്ട്. സോ 6 പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ബയൺ മ്യൂണിക്ക് ഏതെങ്കിലും 2 മാച്ചോടെ തോക്കുകയും ലെവർകൂസൻ അൺബീറ്റൺ ആയി പോവുകയും ചെയ്താൽ ലെവർകൂസൻ മേ ബി ടൈറ്റിൽ അടിക്കാൻ സാധിക്കും. സോ അല്ലെ പോയിന്റ്സിൽ ഈക്വൽ ആവാൻ സാധിക്കും. സോ എനിത്തിങ് ഈസ് പോസിബിൾ. സ്റ്റിൽ ബയൺ മ്യൂണിക്കാണ് ഫേവറേറ്റ്സ്. പക്ഷേ നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. ലെവർകൂസൻ ഇനി യൂറോപ്യൻ ഫുട്ബോളും ഇല്ല. ഫുള്ളി ഈ ടൂർണമെന്റ് ലീഗിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. ബയൺ മ്യൂണിക്കിന് ഡിഫിക്കൽട്ട് ഇന്റർ മിലാൻ പോലത്തെ ഒരു ഡിഫിക്കൽട്ട് ഫിക്സറൊക്കെയാണ് കിടക്കുന്നത്. സോ ഒന്നും പറയാൻ പറ്റത്തില്ല. ലെറ്റ്സി കാര്യങ്ങൾ അങ്ങനെ പോകുന്നത്. അതുപോലെ സിരിയയിലോട്ട് ഇന്നലെ ഒന്ന് കയറാനായിട്ടാണെങ്കിൽ സിരിയയിൽ ഇന്നലെ അവൾ നോക്കാനായിട്ടാണെങ്കിൽ ഫസ്റ്റ് തന്നെ ഇന്നലെ ബിഗ് മാച്ചിനെ കുറിച്ച് സംസാരിക്കാം. ഇന്നലെ അല്ല ഇന്നിപ്പോൾ ട്യൂസ്ഡേ അല്ല, ഇന്നലെ രാവിലെ ഇന്ത്യൻ സമയം ഇന്നലെ രാവിലെ നടന്ന മത്സരമാണ്. ഇന്റർ മിലാൻ അറ്റ്ലാന്റ എവേ ചെന്നിട്ട് 2-0 ഒരു കംഫർട്ടബിൾ വിക്ടറി എന്ന് പറയാമല്ലോ. നിങ്ങൾ സ്റ്റാറ്റ്സ് നോക്കാനായിട്ടാണ് 2.45 എക്സ്പെക്റ്റഡ് ഗോൾസ്. അറ്റ്ലാന്റനെ ഔട്ട് ക്ലാസ് ചെയ്തെന്നു പറയാം. എഡർസനെ റെഡ് കാർഡ് കിട്ടി ഇന്നലത്തെ മാച്ചിൽ. ലാസ്റ്റ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ബസ്തോണിക്ക് റെഡ് കാർഡ് കിട്ടി. കോച്ചായിരുന്ന ഗ്യാസ്പെരീനിക്ക് കളിക്കിടയിൽ റെഡ് കാർഡ് കിട്ടി അറ്റ്ലാന്റയുടെ. സോ ആ പാടെ ലാസ്റ്റ് ഒക്കെ ആയപ്പോൾ ഒരു അടിവൈവ് തന്നെയായിരുന്നു. ആ മത്സരത്തിലോട്ട് വരുമ്പോഴേക്കും അഗുസ്തോയും ലൗത്താറോ മാർട്ടിനസുമാണ് ഇന്റർ മിലാന് വേണ്ടി ഗോളുകൾ സ്കോർ ചെയ്തത്. ഇന്റർ മിലാൻ ഷുഡ് ഹാവ് സ്കോർ മോർ. തുറാമിനൊക്കെ നല്ല ചാൻസുകൾ കിട്ടിയിരുന്നു. ആൻഡ് മാച്ചിലോട്ട് വരുമ്പോഴേക്കും ഇന്റർ മിലാൻ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സീസണിൽ നമ്മൾ ടൈറ്റ് ഫിക്സ്ചർ ഷെഡ്യൂളിന്റെ കാര്യമൊക്കെ പറയുന്നു. എല്ലാ ടീമുകളും ഫിക്സ്ചർ അതാണ് ഇതാണ് എന്നൊക്കെ പറയുന്നത് നമുക്ക് കേൾക്കാം. എല്ലാവരും വന്ന് ഓപ്പൺലി പറയുന്നുണ്ട്. നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ എല്ലാ ക്ലബ്ബുകളും എല്ലാ ലീഗിലെയും ക്ലബ്ബുകൾ കംപ്ലൈൻറ്റ് ചെയ്യുന്നുണ്ട്. പ്രീമിയർ ലീഗ് മാനേജേഴ്സ്, ലാ ലീഗയിൽ എല്ലാ മാനേജേഴ്സും കംപ്ലൈൻറ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് ഇന്റർ മിലാന്റെ കാര്യം നമ്മളിപ്പോൾ ഈ കാര്യത്തിൽ എടുത്തു പറയണം. അവന്മാർ ഓൾമോസ്റ്റ് ഓരോ 3 ദിവസം കൂടുമ്പോഴും ഈ സീസണിൽ റെഗുലർലി മാച്ചസ് കളിക്കുന്ന ഒരു സൈഡാണ്. അതായത് ആവറേജ് എവറി 3 days ഇന്റർ മിലാൻ കൺസിസ്റ്റന്റ്ലി കളിക്കുന്നുണ്ട്. അവർ കോപ്പ ഇറ്റാലിയ, സൂപ്പർ കോപ്പ ഇറ്റാലിയ, അതുപോലെ തന്നെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ലീഗ് മാച്ചുകളെ, ചാമ്പ്യൻസ് ലീഗ് മാച്ചുകൾ, ഇതിലെല്ലാം വെച്ച് എല്ലാ കോമ്പറ്റീഷനും ഇപ്പം സൂപ്പർ കോപ്പ ഫൈനൽ കളിച്ചു, കോപ്പ ഇറ്റാലിയയിൽ അടുത്ത സെമി ഫൈനലിൽ എത്തി നിൽപ്പുണ്ട്. ലീഗിലാണെങ്കിലും ചാമ്പ്യൻസ് ലീഗിലാണെങ്കിലും മാച്ചുകൾ കളിക്കുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി അവരും ആവറേജ് അവർ 3 days ഇപ്പോൾ മാച്ചുകൾ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് ധാരാളം ഇഞ്ചറി ഇഷ്യൂസും ഉണ്ട്. സോ നമ്മൾ വാട്ട് ഇൻസാഗി ഈസ് ഡൂയിങ് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കണം. ഇത്രയും ഫറ്റീഗ്നെസ്സും ഇഞ്ചറി ഇഷ്യൂസ് അവരുടെ സ്ക്വാഡ് ഡെപ്ത് ഉണ്ട് എന്തെന്നൊക്കെ പറയാനും ഫസ്റ്റ് ടീം പ്ലേയേഴ്സിൽ കുറച്ച് പ്ലേയേഴ്സിന് ഇഞ്ചറീസ് ഇടയ്ക്കിടയ്ക്ക് കണ്ടിന്യൂസ് ഹിറ്റ് ചെയ്യുന്നുണ്ട്. സോ അവർക്ക് അത്യാവശ്യം റൊട്ടേറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരുന്നുണ്ട്. എന്നാലും പുള്ളി അതാണ് ആ ഗ്യാസ്പെരീനി എന്ന് പറയുന്ന നമ്മളെ ഇൻസാഗി എന്ന് പറയുന്ന കോച്ചിനൊക്കെ ക്രെഡിറ്റ് കൊടുക്കുന്നുണ്ട്. ഹീസ് ഡൂയിങ്. പുള്ളി ബെഞ്ച് പ്ലേയേഴ്സിനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പല മാച്ചുകൾ അർണട്ടോവിച്ച് ഇപ്പോഴത്തെ വേൾഡിൽ ഏത് ടോപ്പ് സൈഡിൽ സ്റ്റാർട്ട് ചെയ്യും. ഇന്നലത്തെ മാച്ച് അർണട്ടോവിച്ച് അല്ല സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഇതിന് മുമ്പത്തെ ചില മാച്ചുകളിൽ അർണട്ടോവിച്ചും ലൗത്താറോ മാർട്ടിനസിനെയും വെച്ച് പുള്ളി ഫ്രണ്ട് ടു കളിപ്പിച്ചു. ടറേമിനെ അർണട്ടോവിച്ചിനെയും പുള്ളി ഫ്രണ്ട് ടൂവിൽ ഇട്ട് റിസൾട്ടുകൾ ഗ്രൈൻഡ് ചെയ്തു സിരിയയിൽ. സോ ഇപ്പോൾ പുള്ളി വേറെ ലോകത്തിലെ ഏത് ടോപ്പ് സൈഡിൽ ഈവൻ ഒരു ബെഞ്ചിൽ ഓപ്ഷനായിട്ട് പുള്ളി അർണട്ടോവിച്ചിരിക്കും. നോ. സോ വാട്ട് ഹി ഈസ് ഡൂയിങ് നമ്മൾ നോക്കാനാണെങ്കിൽ ക്രെഡിറ്റ് കൊടുത്തേ പറ്റും. ഇന്നലെയാണ് ബരേലയും ചലഞ്ഞാങ്കുളുമാണ് അസിസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്തത്. സോ അഗുസ്തോ ഗോൾ സ്കോർ ചെയ്തു. ലുക്കിംഗ് ഗുഡ്. സോ നമ്മുടെ ലീഗ് പോയിന്റ് നോക്കാനായിട്ടാണെങ്കിൽ നാപ്പോളി 0-0 ഒരു ഡ്രോ വഴങ്ങിയിരുന്നു. സോ അതിനുശേഷം നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഇപ്പോഴത്തെ പോയിന്റ്സ് ടേബിൾ കാണാം നിങ്ങൾക്ക്. അറ്റ്ലാന്റ 58, 64 പോയിന്റിൽ ഇന്റർ 61 നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ നാപ്പോളി എത്തിയിട്ടുണ്ട്. സോ 6 പോയിന്റ് ഗ്യാപ്പ് ആയിട്ടുണ്ട് അറ്റ്ലാന്റിക് ഇന്ററിന്റെ മേൽ. സോ വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും അറ്റ്ലാന്റിക് ക്യാച്ചപ്പ് ചെയ്യാൻ. ഇന്നലെ ജയിക്കുമായിരുന്നെങ്കിൽ 3 ടീമും 61 എത്തിയാണ് അറ്റ്ലാന്റ ജയിക്കുമായിരുന്നെങ്കിൽ. സോ ഇൻട്രസ്റ്റിംഗ് ആണ്. ബട്ട് ഇന്റർ മിലാൻ നമ്മൾ ക്രെഡിറ്റ് കൊടുക്കണം. നാപ്പോളി അപ്പുറത്ത് തൊട്ട് പുറകെ ഉണ്ട്. ലെറ്റ്സ് സീ കാര്യങ്ങൾ എങ്ങനെ പോകുമെന്ന്. നാപ്പോളിയുടെ കാര്യം പറഞ്ഞപ്പോൾ നാപ്പോളി ഡ്രോ ആയി. അതുപോലെ തന്നെ റോമ 13 മത്സരങ്ങളായിട്ട് ലീഗിൽ തോൽവി അറിയാതെ പൊക്കോണ്ടിരിക്കുന്ന റോമ റാനിയറിയുടെ അണ്ടർ 1-1 പോക്കാണ് പോകുന്നത്. വീണ്ടും 1-0 ഒരു വിക്ടറി റോമ നേടുകയുണ്ടായി. ആൻഡ് ഇതോടുകൂടി 7ാം സ്പോട്ടിലോട്ട് റോമ എത്തിയിട്ടുണ്ട്. അവരും പ്രോബബ്ലി റെലഗേഷൻ സോണിലോട്ട് പോകുമെന്ന് പേടിച്ച് നിൽക്കുമായിരുന്നു. ആ ഒരു 14-15 സ്പോട്ടിൽ റെലഗേറ്റ് ആകുമെന്ന് സോണിലോട്ടുള്ള ഫോമിൽ നിന്നോണ്ടിരുന്ന ടീമിനാണ് റനിയറി ഏറ്റെടുത്തതിന് ശേഷം ഇപ്പം 3ാമത്തെ കോച്ചാണ് ഈ സീസണിലെ റോമയുടെ. റനിയറി ഏറ്റെടുത്തതിന് ശേഷം പുള്ളി 13 ഗെയിംസ് ലീഗിൽ അൺബീറ്റഡ് ആയിട്ടൊരു പോക്ക്. ഇറ്റ്സ്
ക്രെഡിറ്റ് ഹാസ് ടു ബി ഗിവൻ ബ്രോ. അവർ ടോപ്പ് 4 പുഷ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ 4th സ്പോട്ടിൽ നിൽക്കുന്ന ബോളോഗ്നായിട്ട് 4 പോയിന്റ് ഗ്യാപ്പേ ഉള്ളൂ. സോ ഡെഫിനറ്റ്ലി ഈ ഒരു അൺബീറ്റൻ റൺ ചേഞ്ച് ചെയ്യുവാണെങ്കിൽ ദേ വിൽ ബി പേയിങ് ചാമ്പ്യൻസ് ലീഗ് നെക്സ്റ്റ് ഇയർ എന്നൊരു ഫീൽ ഉണ്ട്. ലെറ്റ്സ് സീ. ആൻഡ് ബോളോഗ്നയുടെ കാര്യം പറഞ്ഞപ്പോൾ ബോളോഗ്ന ഇന്നലെ ലാസിയോനെ 5-0 തോൽപ്പിക്കുകയുണ്ടായി ഞായറാഴ്ച നടന്ന മത്സരത്തിൽ. ലാസിയോനെ നശിപ്പിച്ചു, അത് തന്നെ പറയണം. ബോളോഗ്ന 4th സ്പോട്ടിലുണ്ട്. ബോളോഗ്നയ്ക്ക് ക്രെഡിറ്റ് കൊടുക്കണം. ലാസ്റ്റ് സീസണിൽ അവർ ടോപ്പ് 4 ഫിനിഷ് ചെയ്തപ്പം ടോപ്പ് 4 ഫിനിഷ് ചെയ്തപ്പം എവരിബഡി തോട്ട് ഓക്കെ തിയാഗോ മോട്ട സർപ്രൈസിങ് സീസൺ, ഒരു 1.5 പോക്കാണ്. ബട്ട് ഈ സീസണിൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ മോട്ട പോയി, അവരുടെ ബെസ്റ്റ് പ്ലെയർ ആയിരുന്ന സിർസ്കി പോയി. സ്റ്റിൽ ദേ ആർ ഓൺ ദ 4th സ്പോട്ട്. സോ ക്രെഡിറ്റ് ഹാസ് ടു ബി ഗിവൻ. ആൻഡ് മോട്ടയുടെ കാര്യം പറഞ്ഞപ്പം തിയാഗോ മോട്ടയുടെ യുവന്റസ് ഇവന്മാർ എന്താ ഉദ്ദേശിക്കുന്നത് അറിയത്തില്ല. നേരത്തെ ഡ്രോയിലും പിടിക്കുന്നുണ്ടായിരുന്നു, ഇപ്പം ഡ്രോയും വിട്ടിട്ട് തോൽവികൾ തുടങ്ങിയിട്ടുണ്ട്. സോ ഫിയോറന്റീനയോട് 3-0 ഇന്നലെ യുവന്റസ് തോറ്റു. 5th സ്പോട്ടിലുണ്ട് ഇപ്പോഴും. മോട്ട വിൽ ബി ഗെറ്റിംഗ് സാക്ക് ഇങ്ങനെയാണെങ്കിൽ. ഇതുവരെ മോട്ട സാക്കാവത്തില്ല. വി സ്റ്റിൽ ട്രസ്റ്റ് മോട്ട. ഇന്നത്തെ മാച്ചിന് ശേഷം നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ബോർഡൊക്കെ വന്ന് പറയുന്ന സിറ്റുവേഷൻ കണ്ടു. ബട്ട് തിയാഗോ മോട്ട റൈറ്റ് നൗ സാക്കിനുള്ള എല്ലാ ലക്ഷണങ്ങളും കാണുന്നുണ്ട് ആസ് തിങ്സ് സ്റ്റാൻഡ്. ഫിയോറന്റീനയുടെ നൈസായിട്ട് ഫിയോറന്റീനയുടെ എക്സ്പെക്റ്റഡ് ഗോൾസ് ഒക്കെ നോക്കുക, ഒട്ടുമില്ല, 1 പോലും ഇല്ല. അവന്മാർ ഒറ്റ ബിഗ് ചാൻസ് പോലും ക്രിയേറ്റ് ചെയ്തില്ല. ബട്ട് സ്റ്റിൽ ദേ സ്കോർ 3 goals. സോ ഒന്നും പറയാനില്ല. മോട്ടയുടെ യുവന്റസ് കൺസേണിങ് ആണ്. അതുപോലെ തന്നെ PSG 3-1 സെക്കൻഡ് സ്പോട്ടിൽ നിൽക്കുന്ന മാർസക്കിനെ തോപ്പിച്ചിട്ടുണ്ട്. സെക്കൻഡ് സ്പോട്ട് എന്ന് പറയാനേ ഉള്ളൂ, ഒരു ടൈറ്റിൽ റേസും അവിടെ ഇല്ല. 19 പോയിന്റ് ഗ്യാപ്പ് ഉണ്ട് ഇവർക്കിടയിൽ. സോ നൈസായിട്ട് PSG ജയിച്ചിട്ടുമുണ്ട്. സോ ഇതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന മത്സരങ്ങളും റിസൾട്ടുകളും. നിങ്ങൾക്ക് എന്താണ് ഓവറോൾ പറയാനായിട്ടുള്ളതെന്ന് പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.